അയ്യപ്പ സംഗമ ക്രമക്കേടിൽ ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറ്റപ്പെടുത്തി ദേവസ്വം ബോർഡ് കണക്കുകളിലെ പൊരുത്തക്കേടുകൾ സമയബന്ധിതമായി റിപ്പോർട്ട് നൽകിയതിനാലെന്ന് വിചിത്ര വിശദീകരണം. നന്ദഗോവിന്ദം ഭജൻസിന് തുക നൽകിയെന്ന പരാമർശം വന്നത് ഇവന്റ് മാനേജ്മെന്റ് ഏജൻസി നൽകിയ റിപ്പോർട്ടിലെ അശ്രദ്ധ മൂലമെന്നാണ് ന്യായീകരണം. ആഗോള അയ്യപ്പ സംഗമം എന്ന മഹത്തായ പരിപാടിയെ കരിവാരി തേക്കരുത് എന്നും ദേവസ്വം ബോർഡ്. ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നത് സർക്കാരിനും ദേവസ്വം ബോർഡിനും വലിയ തിരിച്ചടിയായി. ഈ സാഹചര്യത്തിലാണ് ബോർഡിന്റെ വിശദീകരണം. മുഖ്യമന്ത്രിക്കായി കട്ടിൽ വാങ്ങിയെന്നത് വ്യാജ വാർത്തയാണെന്നും നന്ദഗോവിന്ദത്തിന് പണം കൊടുത്തുവെന്ന ഓഡിറ്റ് റിപ്പോർട്ട് ശരിയല്ലെന്നും ദേവസ്വം ബോർഡിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. നന്ദഗോവിന്ദത്തിന് മറ്റു പരിപാടികൾ ഉണ്ടായിരുന്നതിനാൽ പകരം വന്നത് ഇഷാൻ ദേവാണെന്നും അദ്ദേഹത്തിനാണ് 8 ലക്ഷം രൂപ നൽകിയതും എന്നതാണ് ദേവസ്വം ബോർഡിന്റെ മറ്റൊരു നിലപാട്. നന്ദഗോപൻ ഭജൻസിന് പണം അനുവദിച്ചതിന്റെ രസീതുണ്ടെന്ന പ്രചരണം തെറ്റെന്നും കുറിപ്പിൽ പറയുന്നു. നിലവിൽ 3 കോടി രൂപ സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചുവെന്നും 1 കോടി രൂപ കൂടി ഉടൻ കിട്ടുമെന്നും വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. അയ്യപ്പ സംഗമം ധൂർത്തോ അനാവശ്യ പരിപാടിയോ ആയിരുന്നില്ലെന്നും വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം വരവ് ചിലവ് കണക്കുകളിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്നും മുഖം രക്ഷിക്കാനായുള്ള ദേവസ്വം ബോർഡിന്റെ വിചിത്ര നിലപാട്. കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ട് വിശദ പരിശോധന നടത്തിയില്ലെന്ന വാദവും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ജനം, തിരുവനന്തപുരം.